അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിറയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈപ്പിൻ നായരമ്പലത്ത് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ചു. വൈപ്പിൻ നായരമ്പലം എറണാകുളം ജില്ലാ ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ചു. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം മൂലം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വരെ ബുദ്ധിമുട്ടിലാണ്. പമ്പുകളിൽ നിന്നും പെട്രോൾ കുപ്പികൾ നൽകാത്തത് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. യുദ്ധം എല്ലാ ജീവജാലങ്ങൾക്കും സർവനാശം വിധിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. വൈപ്പിൻ നായരമ്പലം മാർക്കറ്റിലാണ് ദീപങ്ങൾ തെളിയിച്ചത്. ബാബു MS ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ദീപൻ മരക്കാപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സൗമിത്രൻ PG അധ്യക്ഷത വഹിച്ചു. ജോസഫ് കപ്പിത്താൻ പറമ്പിൽ, രമേശ് ശയൻ, ബിനോയ് വലിയകുളം, വേണു കൈതവളപ്പിൽ, ജെറോ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. ഒരു പ്രളയം വന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൊറോണ വന്ന് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ യുദ്ധം വന്നിരിക്കുന്നത്. ഈ യുദ്ധം കൊണ്ട് നമുക്കറിയാം, നമ്മളെ യുദ്ധം എല്ലാവരും പറയും അമേരിക്കയിലല്ലേ, ഇറാനിലല്ലേ, നമുക്കെന്തിനാണ് പ്രതിഷേധം, നമുക്കെന്തറിയാനാണെന്ന് നമ്മൾ പറയും. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, ഒരു 5 മണിക്ക് പോകാൻ പറ്റാനില്ലാത്ത പെട്രോളില്ല, 1 ലിറ്റർ പെട്രോൾ കിട്ടാൻ തരമില്ല. നമ്മളെ അടുക്കളയിൽ വന്നേക്കണ ഈ യുദ്ധ സമാനമായ രീതി, ഗ്യാസില്ല. നമ്മളെവിടെ പോകും? നമുക്കെല്ലാവർക്കും ഇത് ഒരു പാഠമാണ്. യുദ്ധം കൊണ്ട് യാതൊന്നും നേടാനില്ല. ആ യുദ്ധം അവസാനിപ്പിക്കുക തന്നെ വേണം. ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹത്തിന് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗ്യാസാണെങ്കിലും പെട്രോളിൻ്റെ ആണെങ്കിലും നമുക്ക് കിട്ടണില്ല. കുടുംബങ്ങൾ പണിക്ക് പോകാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. പമ്പുകൾ 2-3 വെള്ളമൊക്കെ അടച്ചിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കഴിയുന്ന ഒരു ദീപങ്ങൾ, നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ച് ഇവിടെ നമ്മളേതായ രീതിയിൽ ഒരു ചെറിയ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുള്ള പ്രതിഷേധം അതറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യണം. ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് പെട്രോൾ ഞങ്ങപ്പോൾ ഇന്നലെ പെട്രോൾ ഞാൻ പെട്രോൾ 2 പമ്പ് അടച്ചു കൂട്ടി മഴ വെച്ച് ഓടിക്കുന്ന ആളിന് അവിടെ എങ്ങനെ വാഹനം കൊണ്ട് ചെല്ലും? ഒരു കുപ്പിയിൽ പെട്രോൾ ചെന്നിട്ട് പെട്രോൾ തരുന്നില്ല. കുപ്പി കൊണ്ട് വന്നാൽ ഞങ്ങൾ പെട്രോൾ തരില്ല. ജഗ്ഗും കൊണ്ട് ചെന്നപ്പോൾ ജഗ്ഗ് തരില്ല, അത് പൊട്ടി അന്തിപ്പിടിക്കും. പിന്നെ ഞങ്ങൾ മിഷീനും കൊണ്ട് എങ്ങനെ ചെല്ലും? പുഴയിലോടിക്കുന്ന, തോട്ടിലോടിക്കുന്ന, വെള്ളത്തിലോടിക്കുന്ന മിഷീനും കൊണ്ട് ഞങ്ങൾ ഓരോ മത്സ്യത്തൊഴിലാളിയും എന്തുകൊണ്ട് ചെന്ന് ഞങ്ങൾക്കൊരു പെട്രോൾ മേടിക്കും? ഞങ്ങളുടെ അന്നേപ്പമായ ഈ മത്സ്യബന്ധനമാണ്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.